ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ല, ഇതൊരു തട്ടിക്കൂട്ട് സ്നാക്കുമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 പീസ് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് പോലും വേണ്ട ഉണ്ടാക്കിയെടുക്കാൻ. മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ ഇതിന് 3 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ. നമുക്ക് എന്താ പറയുക, ഒരു സൂപ്പറായിട്ടുള്ളൊരു ബജ്ജിയൊക്കെ കഴിച്ച ഒരു ഫീൽ ഉണ്ടാവും ഇത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്രെഡിനെ നമുക്കിതുപോലെ നീളത്തിൽ 3 പീസാക്കിയിട്ടെടുക്കാം. ബ്രെഡ് എടുക്കുമ്പോൾ എന്താ പറയുക, ഒരുപാട് മധുരമുള്ള ഫ്രൂട്ട് ബ്രെഡ് അങ്ങനത്തെ ഒന്നും എടുക്കാതെ നമ്മൾ നോർമൽ ബ്രെഡ് എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഫ്രൂട്ടിൻ്റെ ചുവയുണ്ടാവും ബ്രെഡിന്. അപ്പോൾ ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് കടലമാവ് എടുക്കാം. കടലമാവ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. ആ കടലമാവ് തന്നെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പകുതി 1/4 കപ്പ് മൈദ, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്, നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ബജി മാവിന് എത്ര കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നത് അതേപോലെ തന്നെ എടുക്കണം, എന്നാലേ നന്നായിട്ട് ബ്രെഡ് നമുക്കിതിൽ മുക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ സാധാരണ കായ ബജി അതുപോലെ തന്നെ മുളക് ബജിയൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ തന്നെ നമ്മൾ ബ്രെഡിൻ്റെ കട്ട് വെച്ച് സ്ലൈസ് വെച്ചിട്ട് ബജി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, ഒത്തിരി തിക്കാവാനും പാടില്ല. അപ്പോൾ ഇനി ബ്രെഡ് ഇതിലേക്ക് മുക്കിയിട്ട് നമ്മൾ നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ചൂടോടെ വേണം കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ആ കടലമാവ് ഒന്ന് വേവാനുള്ള സമയം മാത്രം എടുത്താൽ മതി, ഉള്ളിലുള്ളൊന്നും വേവാനില്ല. അപ്പോൾ നമുക്ക് ഇത്തിരി കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നിങ്ങൾ ചിലപ്പോൾ ആരും അധികം ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ബ്രെഡിൻ്റെ 2 പീസോ 3 പീസോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്തായാലും ഇഷ്ടമാവും കഴിക്കാൻ. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. 2 സൈഡ് റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞിരിക്കും ചൂടോടെ ഇരിക്കുന്ന സമയത്ത്. തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല മൊരിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.